Welcome to my channel, myself Shilpa. അപ്പോൾ ഇത് നമ്മൾ Loreal Parisന്റെ സ്മൂത്ത് ഇന്റൻസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ അതൊരു സിറമാണ്. അപ്പോൾ നമ്മൾ അതിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നും പറയണ പോലെ തന്നെ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ. അപ്പോൾ ഈ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് വല്ല ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ അപ്പം നമ്മൾ Loreal Parisന്റെ സ്മൂത്ത് ഇന്റൻസ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഇന്റൻസ് സ്മൂത്തനിങ് സെറം ലീവിൻ സെറം ആണ്. അപ്പോൾ ഞാനിതിപ്പോൾ വാങ്ങിയിട്ട് ഒരു 5 months അടുത്തായി. അപ്പോൾ ഞാനിത് കുറെ നാളെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എക്സാംസ് ആയിരുന്നു, അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഞാൻ യൂസ് ചെയ്യാറുള്ളത് എൻ്റെ ഹെയർ വാഷിന് ശേഷമാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇപ്പോൾ 2 ദിവസം തലയൊക്കെ കുളിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഫ്രീസിയൊക്കെ ആയിട്ട് കിടക്കാന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് മുന്നേ നേച്ചേഴ്സിന്റെ സെറം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റിവ്യൂ ഞാൻ അതിൻ്റെ ഇടയിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത് എൻ്റെ ഹെയറിന് കേട്ടോ. വേറെ ഹെയറിന് ചിലപ്പോൾ അതായിരിക്കും നല്ലത്. എൻ്റെ ഹെയറിന് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്. ഇതിന്റെ റേറ്റ് വരുന്നത് 250 rupees ആണ്. 100 ml പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോ ഇതെന്ന് പറയുന്നത് 48 hour പ്രൊട്ടക്ഷൻ ആണ്. ഷീൽഡ്സ് യുവർ ഹെയർ ഫ്രം എഫക്ട്സ് ഹ്യൂമിഡ് ഓർ ഡ്രൈ വെദർ ലൈക്ക് അൺറോളി ഡാമേജ് ഹെയർ. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് സ്പ്ലിറ്റൻസ് വരില്ല, അങ്ങനെ വരില്ല, ഇങ്ങനെ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി നടക്കുന്നത് ഞാൻ പറയുന്നില്ല, കാരണം അത് ഫുള്ളി ട്രൂ അല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോ മറ്റേ ഹെയർ ഡ്രയർ കൊണ്ടൊക്കെ ഡ്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേം കൂടെ നല്ലതാണ്. ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. സോ നമുക്കത് തുറന്നു നോക്കാം. ഇതാണ് അതിന്റെ ബോട്ടിൽ. ഇതിലെ ഡയറക്ഷൻസ് ഫോർ യൂസ് എന്ന് പറയുന്നത് അപ്ലൈ ഓൺ ടു വാഷ്ഡ് ഓർ ഡ്രൈഡ് ഹെയർ ടു ഓപ്പൺ ഫ്ലിപ്പ് ദ ക്യാപ്പ്, pour several drops of serum into the palm of your hands for longer hair, more serum, then distribute evenly along the length of your hair. Do not rinse out. അപ്പോൾ ഇതിട്ടപ്പോൾ തന്നെ വാഷ് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഒരിക്കലും സെറം അങ്ങനെ വാഷ് ചെയ്യുക, ചിലപ്പോൾ വാഷ് ചെയ്യണ്ടാവും, നമ്മളങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇത് ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ അത്യാവശ്യം ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഹെയർ വാഷ് ചെയ്തിട്ട് വെള്ളമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ഇതായി കളയും. നമ്മൾ അങ്ങനെ ചെയ്യാതെ അപ്പൊ ഇത് നമ്മള് ഇതിന്റെ ഫോർമുല പറയുന്നത് നല്ല തിക്കാണ്. അപ്പോ നല്ല റണ്ണിയാണ്. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കോംബ് എടുത്തിട്ടൊന്ന് കോംബ് ചെയ്ത് വിട്ടാൽ മതി. നല്ല സ്മൂത്ത് ടെക്സ്ചർ ആണുള്ളത്. അപ്പൊ ഫോർ മീ ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ്. Ideal for use before styling or apply to the dry hair for more intense shine. നമ്മൾ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ആൾക്കാരെന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഇറ്റ് വിൽ ഗിവ് യു മോർ ഷൈൻ. പക്ഷെ നോർമൽ ഹെയർ ഒക്കെയാന്ന് വെച്ചാൽ നമുക്കത് മാനേജബിൾ ആയിട്ട് കിടക്കാനായിട്ട് പറ്റും. അതല്ലാതെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നും ഇടില്ല. അപ്പോൾ അതിനൊക്കെ നമ്മളത് വളരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഹെയർ ഒന്നും വാഷ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. സോ ഇറ്റ് ഈസ് എ പ്രൈസ് വർത്തി പ്രൊഡക്റ്റ്. സോ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ 5 months ആയി. ഇപ്പോഴും ഇതിന്റെ പ്രൊഡക്റ്റ് ഇപ്പൊ ഞാൻ ഇത്രയും നാളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിപ്പോ എല്ലാ വാഷ് കഴിഞ്ഞാലും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോഴും ഇത് ഇത്ര കഴിഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ മനസ്സിലാവും ധാരാളം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളിതൊരു 2 to 4 drops എടുത്താൽ മതി എൻ്റെ ഒക്കെ ഒരു ലെങ്ത്തിന്. ഇപ്പൊ ഇതിലും കൂടുതൽ ഹെയർ ലെങ്ത് ഉള്ളവരാന്ന് വെച്ചാൽ ഒരു 6 to 7 drops എടുക്കാന്ന് തോന്നും. നിങ്ങൾക്ക് എന്താണ് നീഡ്? അപ്പൊ മെയിൻ തിങ് എന്താ വെച്ചാൽ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഒരിക്കലും സെറം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. അത് നമ്മുടെ സ്കാൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. കാരണം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ അത് പോവും. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. എൻസിലും ഹെയർ ലെങ്ത്തിലും മാത്രമാണ് അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ ഫോർ മീ ഇത് ഒരു 5 റേറ്റിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 കൊടുക്കാം. അപ്പോൾ ദിസ് ഇസ് Loreal Paris Smooth Intense Serum. Thank you for watching my video. So to like, subscribe, share and comment. This is Shilpa signing off from myself Shilpa. Bye bye.
Infinity.